ഹായ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞൊരാഴ്ചയായിട്ട് ഓപ്ഷൻ ബൈങ്ങിനകത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ പുതിയ പാഠങ്ങൾ ഞാനിങ്ങനെ നോട്ടീസ് ചെയ്തു. അപ്പോൾ നമ്മൾ അതുകൂടെ കൃത്യമായിട്ട് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻ ബൈങ്ങിൽ നിന്ന് പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ക്യാപ്ഷനിൽ പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ അതും ജസ്റ്റ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം സെബി കൊണ്ടുവന്ന പുതിയ നോംസൊക്കെ വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. കാരണം അത് വർക്കാവുന്നുണ്ട്. അപ്പോൾ ഓപ്ഷൻ ബൈയിങ് ആൾക്കാർ വിട്ട് പോകുന്നുണ്ട്. ലിക്വിഡിറ്റി കുറയുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം എങ്കിലും ഓപ്ഷൻ ബൈയിങ് വിജയിക്കണം, നേടണം എന്ന ആഗ്രഹമുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു ടിപ്പാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളത് ഇതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിന്നിങ് പ്രോബബിലിറ്റി നിങ്ങൾക്ക് കുറച്ച് കൂട്ടാൻ പറ്റും, ലോസ് നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കാനും പറ്റും. അതുകൊണ്ട് നിങ്ങളൊന്ന് ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. ഒത്തിരി ഒന്നും നീട്ടി വലിച്ച് പറയത്തില്ല, എങ്കിലും ഒരു 5 ടിപ്സ് നമ്മൾ അതിനകത്ത് നിങ്ങളുടെ ഈ ട്രേഡിംഗ് ലൈഫിൽ, ഓപ്ഷൻ ബാങ്കിൻ്റെ ട്രേഡിംഗ് ലൈഫിൽ നിങ്ങൾ ഈ 5 ടിപ്സ് ഒന്ന് ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വിന്നിങ് പ്രോബബിലിറ്റി കൂട്ടാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ ഒത്തിരി വലിച്ച് നീട്ടുന്നില്ല, കാര്യങ്ങൾ പറയാം. അവസാനം ഞാൻ ചാർട്ടിനകത്തിൽ അത് എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളൂടെ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ അവസാനം നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ എക്സ്പയറി ട്രേഡ് ഒഴിവാക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നെക്സ്റ്റ് എക്സ്പയറിയിൽ, കാരണം അവിടെ ലോസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യുമ്പോൾ. നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം സെൻസെക്സിനകത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക് മനസ്സിലാകും, മാർക്കറ്റ് താഴോട്ട് വരും എന്നൊരു പ്രതീതി വരുത്തിയെങ്കിലും മാർക്കറ്റ് താഴോട്ട് വന്നില്ല. നമ്മൾ വിചാരിച്ച പോലെ മാർക്കറ്റ് താഴോട്ട് വന്നില്ല. അപ്പം ആദ്യം വന്നു, നമ്മൾ കുറച്ച് പ്രോഫിറ്റ് ചെയ്തവർ പ്രോഫിറ്റ് ഉണ്ടായി, വീണ്ടും മാർക്കറ്റ് മേളിൽ പോയപ്പോൾ വീണ്ടും ഷോർട്ട് ചെയ്തു. പക്ഷേങ്കിൽ വിചാരിച്ച പോലെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്ത് അവസാനം കൊള്ള പ്രീമിയം മെൽറ്റായി തീരുമായിരുന്നു. നിങ്ങൾ ട്രേഡ് എടുത്തവർക്ക് കറക്റ്റായിട്ട് കാര്യം മനസ്സിലായി കാണും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ചില ദിവസങ്ങളിൽ നമുക്ക് കിട്ടും, ശരിയാണ്, നിങ്ങൾക്ക് 1 ഇരട്ടി 2 ഇരട്ടി 3 ഇരട്ടി ചെല്ലും. പക്ഷേ ഓൺ ആൻഡ് ആവറേജ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു മാസം നിങ്ങൾ എക്സ്പയറി ട്രേഡ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ ലോസിലായിരിക്കും. 4 ദിവസം 4 എക്സ്പയറിയിൽ ഒരു എക്സ്പയറി നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാലും ബാക്കി 3 എക്സ്പയറി നിങ്ങൾ ഉരുകി തീരുവാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നെറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് ആയിരിക്കും. അപ്പോൾ അതിനേക്കാൾ ഉപരി നിങ്ങൾ ചെയ്യേണ്ട കാര്യം വെച്ചാൽ എക്സ്പയറി ട്രേഡിൽ നിങ്ങൾ എക്സ്പയറി ഡേയിലെ ട്രേഡ് ഒഴിവാക്കിയിട്ട് നെക്സ്റ്റ് എക്സ്പയറിയിൽ, ആ എക്സ്പയറി തന്നെ നെക്സ്റ്റ് എക്സ്പയറിയിലെ സ്ട്രൈക്ക് മേടിച്ച് മാത്രം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം അപ്പം നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറ്റും, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമുക്ക് ഈ എക്സ്പയറി ഡേയിൽ ഒരു പക്ഷെങ്കിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യുകയോ മുകളിലോട്ട് പോവുകയാണെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡേയിൽ ഈ മാർക്കറ്റ് കയറി അത്രയും തന്നെ നേരെ തിരിച്ച് താഴോട്ട് വരുന്ന ഒരു ടെൻഡൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസങ്ങളിൽ 400 പോയിൻറ്റ് കയറി, അതിനുശേഷം ഇപ്പോൾ കണ്ടില്ലേ 150 പോയിൻറ്റ് 200 പോയിൻറ്റോളം നേരെ മാർക്കറ്റ് താഴോട്ട് വന്നു. അപ്പോൾ നമ്മൾ ആ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്കത് അത്യാവശ്യം കുറച്ച് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അവസാനം ഒരു എക്സാമ്പിളിലൂടെ നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പം ഇനി ഓക്കെ, അപ്പം നെക്സ്റ്റ് എക്സ്പയറി, അത് ഒന്നാമത്തെ കാര്യം. നെക്സ്റ്റ് എക്സ്പയറിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനിയും അല്ല പറ്റത്തില്ല, എനിക്ക് എക്സ്പയറിയിൽ തന്നെ ട്രേഡ് ചെയ്തേ ഒക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ കഴിവതും 2 മണിക്ക് ശേഷം 1:30-2 മണിക്ക് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അത് മുന്നേ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗിച്ച് ട്രേഡ് അവസാനിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഒരു കാരണവശാലും 1:30-ക്ക് ശേഷം മാർക്കറ്റ് ഭയങ്കര വോളറ്റൈലായിരിക്കും. മാർക്കറ്റ് അപ്പ് ആൻഡ് സൈഡ് പല പ്രാവശ്യം പോവും. അങ്ങനെ നമ്മുടെ പ്രീമിയം പെട്ടെന്ന് ഡീക്കേ ആയി പോകും. അതുകൊണ്ട് കഴിവതും 1:30-ക്ക് ശേഷം 1 മണിക്ക് ശേഷം വേണമെങ്കിൽ വെച്ചു, 1 മണിക്ക് ശേഷം നിങ്ങൾ ട്രേഡ് ചെയ്യും. 1-1:30 അല്ലെ മാക്സിമം 2, അതിനപ്പുറം നിങ്ങൾ പോകരുത്. അതിനകം നിങ്ങൾ ട്രേഡ് നിങ്ങൾ അവസാനിപ്പിക്കാൻ നോക്കുക. ഓക്കെ, ഈ എക്സ്പയറി ഡേയിലെ ട്രേഡ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒരു വ്യൂ ഉണ്ട്, നിങ്ങൾക്കിപ്പോൾ മാർക്കറ്റ് താഴോട്ട് വീഴുന്നൊരു ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ട്രേഡ് എടുക്കുക. ആ ട്രേഡ് 1 മണിക്ക് മുന്നേ, കഴിവതും പറ്റുന്നെങ്കിൽ 1 മണിക്ക് അല്ല 1:30-2 മണിക്ക് മുന്നേ എടുക്കാൻ ശ്രമിക്കുക. എടുത്ത് ചെറിയൊരു പ്രോഫിറ്റ് ആണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി മാറാൻ ശ്രമിക്കുക. പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രൈക്കിൽ നിങ്ങളൊരു ട്രേഡ് എടുത്തു, നിങ്ങൾക്ക് ന്യായമായ പ്രോഫിറ്റ് കിട്ടി. ഇപ്പോൾ 100 പോയിൻറ്റ് സെൻസെക്സിലാണെന്നുണ്ടെങ്കിൽ ഒരു 100 പോയിൻറ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിച്ചോ, കിട്ടി, നിങ്ങൾ ഇറങ്ങി.
വീണ്ടും ആ സ്ട്രൈക്ക് വീണ്ടും മോളിൽ പോകുമ്പോൾ മാർക്കറ്റ് മോളിൽ ഇപ്പോൾ നിങ്ങൾ പി എടുത്തെന്ന് വിചാരിച്ചു, മാർക്കറ്റ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ, താഴോട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു 100 രൂപ എന്നുള്ള പ്രീമിയം 200 250 രൂപയായെന്ന് വിചാരിച്ചു, നിങ്ങളവിടെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. വീണ്ടും ഈ പ്രീമിയം തിരിച്ച് 100-ൽ വരുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ ട്രേഡ് എടുക്കാൻ ആ സെയിം സ്ട്രൈക്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്, നിങ്ങൾ പരാജയപ്പെടും. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ എക്സാമ്പിൾ നിങ്ങളുടെ അനുഭവത്തിൽ തന്നെ നോക്കിക്കും. നമ്മൾ പല പ്രാവശ്യം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് വീണ്ടും വീണ്ടും അതേ സ്ട്രൈക്കിൽ തന്നെ വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടി ആട്ടി എടുക്കുന്ന ഒരു പരിപാടി. എക്സ്പയറി ഡേയിൽ ഒരു കാരണവശാലും എക്സ്പയറി ഡേയിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് ചെയ്യരുത്. അത് തെറ്റെന്നല്ല, നിങ്ങൾക്കത് നിങ്ങളെ നഷ്ടത്തിൽ കൊണ്ടെത്തിക്കും. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 1 മണിക്ക് 1:30 മുന്നേ നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന സ്ട്രൈക്കിൽ രണ്ടാമത് വീണ്ടും ഒരിക്കലും നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് അവസാനിപ്പിക്കുക. ഒരിക്കൽ കൂടി ആ സ്ട്രൈക്കിൽ വീണ്ടും അത് താഴെ വരുമ്പം അതിൽ റീഎൻട്രി എടുത്ത് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ശ്രമിക്കരുത്. ഒരു പ്രാവശ്യം അല്ല 2 പ്രാവശ്യം നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ചാൻസ് കിട്ടിയെന്നിരിക്കും. പക്ഷേ ഓൺ ആൻ ആവറേജ് നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. ഞാനത് എക്സാമ്പിളിലൂടെ ഞാൻ അവസാനം കാണിച്ച് തരാം. ഓക്കെ, അപ്പോൾ 2 കാര്യം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഒരു കാര്യം ഞാനിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ അപ്പം 3 കാര്യം ഞാൻ പറഞ്ഞു. ഓക്കെ, ഇനി അപ്പം ഫസ്റ്റ് കാര്യം എന്താ, എക്സ്പയറി ഡേയിൽ ട്രേഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എക്സ്പയറിയിൽ ട്രേഡ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, ഒരു സ്ട്രൈക്കിൽ ഒന്നിലധികം പ്രാവശ്യം നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. 3 കാര്യം ഞാൻ പറഞ്ഞു. ഇനി 4-മത്തെ കാര്യം, നിങ്ങൾ ഒരു ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ടാർജറ്റ് ഇട്ട് വെച്ച് ട്രേഡ് ചെയ്യുക. ടാർജറ്റ് ഇട്ട് വെച്ച് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് സെൻസെക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്ലാഷ് ആയിരിക്കും. ഒരു 50 പോയിൻറ്റ് 30 പോയിൻ്റൊക്കെ ഒരു ക്ലിക്ക് കൊണ്ട് തന്നെ അതിന് വ്യത്യാസം വരുന്നതാണ് സെൻസെക്സിലൊക്കെ ട്രേഡ് ചെയ്യുമ്പോൾ. അപ്പം നിഫ്റ്റിയിലാണെങ്കിലും എക്സ്പയറിയിലാണെങ്കിലും നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ നോക്കി നിൽക്കുമ്പം ചിലപ്പോൾ നിങ്ങൾ സ്ട്രൈക്ക് നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണത്തു പോലും ഇല്ല. നിങ്ങൾ ഓർഡർ ഇട്ട് ട്രേഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ടാർജറ്റ് ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ പ്രൈസ് ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ നിങ്ങൾ കാണത്തില്ല, പക്ഷേ നിങ്ങളുടെ ഓർഡർ ട്രിഗർ ആവും. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം നിങ്ങൾ എക്സ്പയറി ഡേയിൽ നിങ്ങൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 100 രൂപയുടെ പ്രീമിയം എടുക്കുകയാണ്, ഇപ്പം 3 ലോട്ടുണ്ടെന്ന് വിചാരിച്ചു. 3 ലോട്ടുണ്ടെന്ന് വിചാരിച്ചാൽ 100 രൂപയുടെ നിങ്ങളൊരു പ്രീമിയം എടുത്തു. നിങ്ങൾക്ക് പറയാം മാർക്കറ്റ് ഇപ്പം നിങ്ങളുടെ വഴിക്ക് തന്നെ വരുവാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓർഡർ ഇട്ട് വെക്കുക. അപ്പോൾ ഒരു 100-150 വരും. അപ്പം 3 ലോട്ടുണ്ടെന്നുണ്ടെങ്കിൽ 150 ഇട്ട് വെക്കുക, 200 ഇട്ട് വെക്കുക, 250 ഇട്ട് വെക്കുക. നിങ്ങൾ അങ്ങനെ ഇട്ട് വെക്കുക. അങ്ങനെ ഓർഡർ ഇട്ടിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക, പ്രത്യേകിച്ച് ഈ മാർക്കറ്റിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനൂടെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ച് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. ഓക്കെ, ഫ്ലാഷ് ചിലപ്പോൾ അടിച്ചു പോകും. പക്ഷേ അതിപ്പോൾ 100 രൂപ എന്ന് പറയുമ്പോൾ 1000 രൂപയുടെ റിസ്ക്കാണ് സെൻസെക്സിനകത്തിലാണെങ്കിൽ. പിന്നെ അതേസമയം നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ നഷ്ടപ്പെടും. കൃത്യമായ സ്റ്റോപ്പ് ലോസ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് മാത്രമേ നിഫ്റ്റിയിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാവൂ. അതുപോലെ തന്നെ ടാർജറ്റ് ഇട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് 4-മത് എനിക്ക് പറയാനുള്ളൊരു കാര്യം. ഓക്കെ, അപ്പം എപ്പോഴും നിങ്ങൾ ഓർഡർ ഇട്ട് വെച്ച് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്ത 5-മത്തെ കാര്യം, നമ്മൾ പിന്നെ ഈ ആവറേജിങ് പരിപാടി ഉണ്ടല്ലോ, ഒരു കാരണവശാലും നിങ്ങൾ എക്സ്പയറി ഡേ ട്രേഡിൽ ആവറേജ് ചെയ്യാൻ പാടില്ല. എക്സ്പയറി ഡേ ട്രേഡിൽ നിങ്ങൾ ഒരു കാരണവശാലും ആവറേജ് ചെയ്യാൻ പാടില്ല. നിങ്ങൾ 100 രൂപയ്ക്ക് എടുത്ത പ്രീമിയം 150 രൂപ 200 രൂപയായി നിങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു, വീണ്ടും അത് താഴെ പോയി. നിങ്ങൾക്കെതിരെ പോകുന്നെങ്കിൽ മാർക്കറ്റ് 100 രൂപ നിങ്ങൾക്ക് എടുത്തു. നിങ്ങളിപ്പോൾ 100 രൂപ 1000 രൂപ സെൻസെക്സിലാണെങ്കിൽ 1000 രൂപ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് വിചാരിച്ചു. 50 വരുമ്പോൾ നിങ്ങൾ വീണ്ടും അത് ആവറേജ് ചെയ്യാൻ പാടില്ല. അതന്നെ എൻ്റെ പഴിക്ക് വിട്ടേരെ. നിങ്ങൾ ആവറേജ് ചെയ്യും, 50 വരും. അത് ആവറേജ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ പിന്നെ താഴോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോസിൻ്റെ ആ റെഡ് ഫിഗർ കൂടും. അപ്പോൾ പിന്നെ മാർക്കറ്റ് കയറുമെന്ന് വിചാരിക്കുക, പിന്നെ നിങ്ങൾ ആവറേജ് ചെയ്യും. അങ്ങനെ ആവറേജ് ചെയ്ത് നിങ്ങൾ വലിയൊരു ഹ്യൂജ് ലോസിലൊക്കെ എത്തിത്തീരും. അതുകൊണ്ട് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, ഞാൻ എക്സ്പയറി ഡേയിൽ ഇത്ര ക്വാണ്ടിറ്റി മാത്രമേ ട്രേഡ് ചെയ്യത്തുള്ളൂ, അതിനപ്പുറം ഞാൻ ക്വാണ്ടിറ്റി ട്രേഡ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ആ ഡിസൈഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ 1000 രൂപ റിസ്ക് എടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ സെൻസെക്സിൽ ഒരു ലോട്ട് നിങ്ങളങ്ങ് വിട്ടേക്കുക. അല്ല മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാർജറ്റ് ഇപ്പോൾ 150 അല്ലെങ്കിൽ 200 രൂപ 100 രൂപയ്ക്ക് എടുത്ത് 200 രൂപ എനിക്ക് കിട്ടണം, 200 രൂപ നിങ്ങൾ ടാർജറ്റ് ഇട്ട് വെക്കുക. ഓക്കെ, അപ്പം അങ്ങനെ വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ എക്സ്പയറി ഡേയിൽ നിങ്ങൾ ആവറേജ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പയറി ഡേയിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്. പിന്നെ ഞാൻ ഓൾറെഡി പിന്നെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, സ്റ്റോപ്പ് ലോസ് എങ്ങനെ മാനേജ് ചെയ്യണം, പിന്നെ ടാർജറ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വേണമെങ്കിൽ ഞാൻ ഐ ബട്ടണിൽ ഞാനത് ആഡ് ചെയ്തേക്കാം, എങ്ങനെ സ്റ്റോപ്പ് ലോസ് ആഡ് ചെയ്യണം എന്നുള്ളത്.
അപ്പം ഈ 5 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ഞാൻ എക്സ്പയറി ഡേയിൽ ഇത് കണ്ടത് കൊണ്ട് ജസ്റ്റ് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. ഓക്കെ. ഞാൻ പറഞ്ഞ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇല്ലെങ്കിൽ റിപ്പീറ്റായിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ചാർട്ടിലോട്ടൊന്ന് പോകാം. ചാർട്ടിനകത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ സെൻസെക്സിൻ്റെ സെൻസെക്സ് എക്സ്പയറിയിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. ഈ എക്സ്പയറി ഡേയും നെക്സ്റ്റ് എക്സ്പയറിയും തമ്മിൽ എന്താണ് വ്യത്യാസം, അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നിങ്ങൾ ഈ കാണുന്നത് സെൻസെക്സിൻ്റെ ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ. ഇത് സെൻസെക്സിൻ്റെ ഇൻഡെക്സ് ചാർട്ടും ഇത് സെൻസെക്സിൻ്റെ നെക്സ്റ്റ് എക്സ്പയറിയുടെ പ്രീമിയം ചാർട്ടുമാണ്. 79,200 പ്രീമിയം ചാർട്ടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഓക്കെ. അപ്പം നിങ്ങൾ ഇനി ഒരു കാര്യം ആലോചിച്ചോണം. 79,200 സ്ട്രൈക്കാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് വിചാരിച്ചു. 29,200 പി ആണ് നമ്മൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. 1 മണിക്ക് മാർക്കറ്റ് ഈ റേഞ്ചിൽ നിൽക്കുകയാണ്. 1 മണി. ഓക്കെ. 1 മണിക്ക് അവിടുന്ന് ശേഷം ഒരു ഡൗൺഫോൾ വന്നു. ഓക്കെ. 79,200 ഇവിടെയാണ് കിടക്കുന്നത് ഇല്ലേ? 79,600 നമ്മളിപ്പോൾ നിലവിൽ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അപ്രീസിയേഷൻ ഉണ്ടാകും എന്ന രീതിയിൽ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ഫോൾ വരികയാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 79,200 ഒരു സ്ട്രൈക്ക് ഇവിടെ ഏകദേശം ഇപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 60 രൂപയായിരിക്കും എന്ന് വിചാരിച്ചു. ഒരു 60 രൂപ. ഓക്കെ. അതേ സ്ഥാനത്ത് ഈ 79,200 പിയുടെ ഈ കറണ്ട് എക്സ്പയറി ഇവിടെ 60 രൂപയാണ്. നെക്സ്റ്റ് എക്സ്പയറി എന്ന് പറയുന്നത് ഏകദേശം ഇതാണ് ആ ഒരു മണി സമയം. ഓക്കെ. 1 മണി സമയം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ. അത് അന്നേരം സമയത്ത് ഇവിടെ 213 രൂപയാണ് ഇതിൻ്റെ വില, നെക്സ്റ്റ് എക്സ്പയറിയുടെ വില. ഓക്കെ. നിങ്ങൾ നോക്കിക്കോണം സംഭവിക്കുന്നത്. അപ്പോൾ ഈ 60 രൂപയുടെ പ്രീമിയം നമ്മളിവിടെ എടുത്തു. ഇവിടുന്ന് നല്ലൊരു ഫോള് നമുക്ക് കിട്ടി. ഈ ഒറ്റ ഫോളിൽ നമുക്ക് ഈ 60 രൂപ എന്നുള്ളത് ഇവിടെ വരുമ്പം ഏകദേശം ഒരു 250 രൂപയായി കാണുമെന്ന് വിചാരിച്ചു. കാരണം നല്ല ഒരു 300 പോയിൻറ്റിൻ്റെ ഫോള് നല്ല വൃത്തിയായിട്ട് കിട്ടി. ഓക്കെ. 300 പോയിൻറ്റ് ഫോൾ കിട്ടിയപ്പോൾ ഒരു 3 ടൈംസ് അങ്ങ് കൂട്ടിക്കോ. 60, 15 നല്ല ഇത് കിട്ടി കഴിഞ്ഞാൽ ഒരു 250 വരെ വന്നെന്ന് വിചാരിച്ചു. ഇവിടെ 250 നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രീമിയം 250 രൂപയായി. ഓക്കെ. അതേ സമയത്ത് ഇവിടെ 213 രൂപയ്ക്ക് എടുത്ത പ്രീമിയം ഏകദേശം 320 രൂപയായി. ഇവിടെ 320 രൂപ. വലിയ അപ്രീസിയേഷൻ ഒന്നുമില്ല. 320 എന്ന് പറയുമ്പോൾ ഏകദേശം 60% അപ്രീസിയേഷൻ ഇവിടെ ഉണ്ടായി. ഓക്കെ. 60%. ഇവിടെയാണെന്നുണ്ടെങ്കിലോ 63, 17, 4 ടൈംസ് 4 ടൈംസാണ് നമ്മളുടെ പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്തത്. ഇവിടുന്ന് 60 രൂപയിൽ നിന്ന് 250 രൂപയായി. കാരണം ഭയങ്കര ഇൻട്രൻസിക് വാല്യൂ വളരെ കൂടുതലാണ്. അതുകൊണ്ട് പെട്ടെന്ന് മാറും ഇതിൻ്റെ പ്രീമിയം വളരെ കൂടി 250 രൂപയായി. ഓക്കെ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെയാണ് ഈ ക്യാൻഡിലാണ് ഇവിടെ വന്നപ്പോഴാണ് 250 രൂപയായത്. സമ്മതിച്ചല്ലോ? ഓക്കെ. ഇനി അടുത്ത കളി നോക്കിക്കോണം. ഇനി അതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നു, നേരെ തിരിച്ചു പോയി താഴോട്ട് വന്നു, തിരിച്ചു പോയി താഴോട്ട് വന്നു, തിരിച്ചു പോയി താഴോട്ട് വന്നു, തിരിച്ചു പോയി താഴോട്ട് വന്നു. ഇങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ എത്ര നേരം കൊണ്ട് ഇവിടെ എത്തുന്ന ആലോചിക്കണം. എത്ര നേരം ഇവിടെ നിന്നു. ഇവിടെ നോക്കി, ഈ ഫസ്റ്റ് കഴിഞ്ഞിട്ട് 5, 10, 15, 20, 25, 30, 35, 40, 45, 50, 55, 60. 1 മണിക്കൂർ ഈ മാർക്കറ്റ് ഇവിടെ കിടന്ന് കറങ്ങി. ഈ ഒറ്റ മണിക്കൂറുണ്ട്. ഇവിടെ വന്നപ്പം 240 രൂപയായിരുന്നു. ഓക്കെ. ഈ 2-3 ആട്ടത്തിന് ഇത് ഏകദേശം ഒരു 150 രൂപയായി കാണും. 2-3 ആട്ടത്തിന്. പിന്നെ ഇവിടുന്ന് ഒരു അപ്പ് മൂവ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഇത് നേരെ 100 രൂപയായി. ഓക്കെ. നേരെ ഇത് വീണ്ടും തിരിച്ചിങ്ങോട്ട് താഴോട്ട് വന്നു. ഇപ്പോൾ ഇത് 120 രൂപയായി കാണും. ഈ പോട്ടത്തെ നേരെ മേലോട്ട് പോകുമ്പോൾ ഇത് 80 രൂപയാകും. ഇത് ഇവിടെ കളിച്ച് നിങ്ങൾ ഈ മേടിച്ച പ്രീമിയം തന്നെയാകും ഇവിടെ വരും 60 രൂപ. ഇവിടെ നിങ്ങൾ 60 രൂപയ്ക്ക് മേടിച്ചു. ഇവിടെ വന്നപ്പോൾ അത് 240 രൂപയായി. ഇവിടുത്തെ 1 മണിക്കൂറത്തെ ആട്ടം കൊണ്ട് ഇത് വീണ്ടും പഴയ ഗതി തന്നെ ആയി 60 രൂപയായി. ഓക്കെ. ഇതിന് ശേഷം ഈ 60 രൂപയെന്ന് വിചാരിച്ചു. എപ്പോഴും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഇത് വിറ്റിട്ടില്ല. നിങ്ങൾ കൈ പിടിച്ചുകൊണ്ടിരുന്നതിനുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇതിന് ശേഷം ഇവിടുന്ന് നല്ലൊരു ഡൗൺഫോൾ വന്നു. ഇവിടെ 2 ക്യാൻഡിൽ, ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ. ഇവിടെ നിങ്ങളുടെ ഈ നിലവിൽ വീണ്ടും 60 രൂപ എന്ന് വിചാരിച്ചു. ഈ 60 രൂപ ഈ വരവിന് ഇതൊരു 120 രൂപയായി കാണും. ഡബിളായി കാണും. ഈ 60 എന്നുള്ളത് വന്നപ്പോൾ ഇവിടെ വന്നു. ഇത് റെഡ് ക്യാൻഡിലാണ് ഫസ്റ്റ് വന്നപ്പോൾ 120 രൂപയായി കാണും. ഈ വന്ന സ്പീഡിൽ തന്നെ ഇത് തിരിച്ച് കയറിയപ്പോൾ ഈ 60 രൂപ എന്നുള്ള സാധനം, ഈ 60 രൂപ ഇവിടെ 120 രൂപയല്ലോ, ഇവിടെ വരുമ്പോൾ 40 രൂപ കാണത്തുള്ളൂ. കാരണം മാർക്കറ്റ് എക്സ്പയറി കൂടെ അടുത്തടുത്ത് വരിക. ഈ ഒറ്റ പോക്കിന് ഈ 120 എന്നുള്ളത് ഒറ്റയടിക്ക് 40 രൂപയായി കാണും. മനസ്സിലായി? പിന്നെ ഇത് മുകളിലോട്ട് പോയി, പിന്നെ താഴോട്ട് വന്നു, പിന്നെ മുകളിലോട്ട് പോയി. അപ്പോൾ ഏകദേശം ഒരു 25 രൂപയായി കാണും. ഇതിങ്ങനെ ആടിക്കളിച്ച് അവസാനം മാർക്കറ്റ്
79 എനിക്കൊന്ന് 220 ക്ലോസ് ചെയ്തത്. അപ്പം ഏകദേശം ഇതിൻ്റെ പ്രീമിയം ഒരു 20 രൂപയായി. മനസ്സിലായി? അതേ സമയം അപ്പം ഇതാണ് ഇവിടുത്തെ ചരിത്രം. കാര്യം മനസ്സിലായല്ലോ. ഇനി ഇവിടെ നോക്കിക്കേ, ഇവിടെ നെക്സ്റ്റ് എക്സ്പയറി നമ്മൾ എടുത്ത് വിചാരിച്ചു. ഇവിടുന്ന് നെക്സ്റ്റ് എക്സ്പയറി പോയി, ഇവിടുന്ന് നോക്കിയ പ്രീമിയം ഇവിടെ വരെ വന്നപ്പം 360 രൂപ നമുക്ക് കിട്ടി. നിങ്ങൾ കൊടുത്തില്ല, ഓക്കെ, നോ പ്രോബ്ലം. ഇവിടുന്ന് മാർക്കറ്റ് പിന്നെ ഇതുപോലെ തന്നെ ഈ കൺസോൾട്ടേഷൻ ഇവിടെ കാണുന്നത് അരിച്ചരിച്ച് താഴോട്ട് വന്നപ്പോൾ നിങ്ങളുടെ പ്രീമിയം എത്രയാണ്? 300 രൂപയേ ഉള്ളൂ. 300 രൂപയായുള്ളൂ. നിങ്ങൾക്ക് 60 രൂപയെ നഷ്ടപ്പെട്ടുള്ളൂ. ഇവിടെ 60 രൂപ നഷ്ടപ്പെട്ടുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് അവസാനം ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പം മാർക്കറ്റ് മുകളിൽ ക്ലോസ് ചെയ്തു. 395 രൂപ നിങ്ങൾക്ക് പ്രീമിയം കിട്ടി ലാസ്റ്റ് ക്ലോസിങ്ങിൽ. മനസ്സിലായി? ഇവിടെ ആണെങ്കിലോ, ഇവിടെ 60 രൂപ എടുത്തത് വെറും ആവിയായിപ്പോയി. ഇവിടെ നിങ്ങൾക്ക് 240 രൂപ കിട്ടിയതാണ്. 240 രൂപ കിട്ടിയതാണ്. വീണ്ടും താഴോട്ട് പൊട്ടെന്നുള്ള പ്രതീതി കൈപ്പിടിച്ചുകൊണ്ടിരുന്നു. അവസാനം ഇത് മുഴുവൻ ആവിയായിപ്പോയി. ഇവിടെയോ നെക്സ്റ്റ് എക്സ്പയറി ട്രേഡ് ചെയ്തവർക്കോ മുഴുവൻ കൈപ്പിടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴും അവർക്ക് കിട്ടിയ എത്ര? 395 രൂപ അപ്രീസിയേഷനാണ് കിട്ടിയത്. ഇവിടെ ഈ 60 രൂപ എന്നുള്ളത് 300 രൂപ. ഇവിടെ 360 അവിടെ ഇറങ്ങാത്തവർക്ക് ഇവിടെ വന്നപ്പോൾ 300 ഇവിടെ ഇറങ്ങാത്തവർ വീണ്ടും കൈ പിടിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് വന്നു. പക്ഷേ ഡൗൺ ട്രെൻഡ് നിങ്ങൾ ഇവിടെ സമയമെടുത്താണ് ഡൗൺ ട്രെൻഡ് വന്നത്. സമയമെടുത്താണ് മാർക്കറ്റ് താഴോട്ട് വന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്ത് ടൈം ഡിക്ക് കണ്ടമാനം ഉണ്ടായി. പക്ഷേ ഇവിടെ നെക്സ്റ്റ് എക്സ്പയറിക്ക് ടൈം ഡിക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? മാർക്കറ്റ് താഴോട്ട് വീണപ്പോൾ തന്നെ അതിൻ്റെ പ്രീമിയം അപ്രീഷിയേറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കറണ്ട് എക്സ്പയറി നെക്സ്റ്റ് എക്സ്പയറി തമ്മിൽ ട്രേഡ് ചെയ്താലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾ ഒരു ദിവസം പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. നാളെ നമുക്ക് വീക്ക്ലി അനലിസുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, താങ്ക് യു ഓൾ.